ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മേലേക്ക് എത്തിയത് അച്ഛൻ എന്നെ പെടുത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 11 വർഷം മുന്നേ ഈ കൃപ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ സാനിറ്ററി ഷോപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യം, എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ചെക്ക് സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാൽ മതി എന്നുള്ള ലെവലിലാണ്. എനിക്ക് ആ ടൈം 21 വയസ്സായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു വീട്ടിൽ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ എന്തായാലും വിളിക്കുമല്ലോ. അതെ അതെ, ചെന്നിട്ട് ചിലത് കണ്ടിട്ട് നമ്മൾ ഞെട്ടിയിട്ടില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെ ചിലത് രണ്ട് രീതിയിൽ അയ്യോ എന്നും പറഞ്ഞിട്ടുണ്ട്, അയ്യോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു 90% അയ്യെന്ന് പറഞ്ഞ ഞെട്ടേക്കുന്നത്. എല്ലാൻ്റെ ഈ സ്നൈഡറൊക്കെ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം ഓൺ സൈറ്റ് ഗ്യാരണ്ടി. ഓൺ സൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആവുന്നു, ഒരു TV കംപ്ലൈന്റ് ആവുന്നു, ആ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് നമുക്ക് 5 പൈസ ചിലവില്ലാതെ വാറണ്ടി പീരീഡിൽ ഫ്രീ ആയിട്ട് ചെയ്ത് നമ്മൾ ബില്ല് വെച്ചേക്കുക എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മുതലാവുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. നമ്മുടെ ഡ്രൈവർ, നമ്മുടെ വണ്ടി, നമ്മുടെ ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമാണ് സത്യം പറഞ്ഞാൽ നോക്കുന്നത്. പിന്നെ ചെയ്യുന്ന ബ്രാൻഡ് മാക്സിമം ചെയ്യും. മാക്സിമം സെയിൽ, മിനിമം പ്രോഫിറ്റ്.